ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ട്വിറ്റർ പെയ്ഡ് യൂസേഴ്സിന് അൺഡു ട്വിറ്റ് എന്ന ഫീച്ചർ ടെസ്റ്റ് ചെയ്യുന്നു. OnePlus വാച്ചിൽ 110ൽ കൂടുതൽ വർക്കൗട്ട് മോഡ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ OnePlus വാച്ചിൻ്റെ പ്രീ ഓർഡർ ചൈനയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 23-നാണ് OnePlus വാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ആപ്പിൾ ഡിജിറ്റൽ റൈറ്റ് മാനേജ്മെൻറ്റ് പാറ്റന്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിന് $300 മില്യൺ ഫൈൻ അടക്കേണ്ടി വരും. Asus ROG Phone 5 എന്ന ഫോണ് മുമ്പ് ജെറി റിഗിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റിൽ ഫെയിലായിരുന്നു. അതിന് കാരണം 2 സെപ്പറേറ്റ് ബാറ്ററി ഉള്ളതുകൊണ്ടാണെന്ന് ജെറി റിഗ് എവറിത്തിങ് പറഞ്ഞിരിക്കുകയാണ്. ഈ 2 ബാറ്ററിയും വരുന്നതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഭാഗത്താണ് ഫോൺ പൊട്ടിയിട്ടുള്ളത്. സാംസങ് M12 എന്ന ഫോണ് ആമസോണിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസം കൊണ്ട് തന്നെ ബെസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺ ലിസ്റ്റിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. Exynos 850 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഫോർ കിഡ്സ് വരുന്നു. Huawei Nova 9 എന്ന ഫോണിലെ Kirin 990E എന്ന പ്രോസസ്സർ വരുമെന്നാണ് റിപ്പോർട്ട്. ആപ്പിൾ iMac Pro ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ടെലഗ്രാം ക്ലബ് ഹൗസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോയിസ് ചാറ്റ് 2.0 എന്ന ഫീച്ചർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ അൺലിമിറ്റഡ് യൂസേഴ്സിന് പങ്കെടുക്കാം. വോയിസ് ചാറ്റ് സേവ് ചെയ്യാനും കഴിയും. MI സ്മാർട്ട് ബാൻഡ് 6ൻ്റെ ലൈവ് ഇമേജ് ലീക്കായിരിക്കുകയാണ്. MI സ്മാർട്ട് ബാൻഡ് 5ലേതുപോലുള്ള ഡിസൈൻ തന്നെയാണ് ഇതിലും വരുന്നത്. പിൽ ഷേപ്പിലുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. Huawei Kirin 9000L എന്ന പ്രോസസ്സർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഇത് 5nm പ്രോസസ്സറായിരിക്കും. 2.86 GHz ഈ പ്രോസസ്സർ ക്ലോക്ക് ചെയ്യുക. ഇതിൽ 18 കോർ Mali G78 GPU വരും. പിന്നെ NPUവിൻ്റെ കാര്യത്തിൽ ഒരു ലാർജ് കോറും പിന്നെ ഒരു മൈക്രോ കോറും വരും. OnePlus 8, OnePlus 8 Pro എന്നീ ഫോണുകളിൽ ഓപ്പൺ ബീറ്റ 8 അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ലെനോവോ പുതിയൊരു ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ടീസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സെറ്റിംഗ്സിൻ്റെ പേജിൽ ലെനോവോ നോട്ട്ബുക്ക് പ്രോഡക്റ്റ് മാനേജർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാബിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ ടാബിൻ്റെ 8GB RAM 128GB ഇൻ്റേണൽ വെർഷനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ZUI 12.5 സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ടാബ് വരിക. ഗൂഗിളിൻ്റെ ഫിഷിയ OSൻ്റെ ആദ്യത്തെ ഡെവലപ്പർ വെർഷൻ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. OnePlusൻ്റെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജർ വയർലെസ് പവർ കൺസോർഷ്യത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. C302A എന്ന മോഡൽ നമ്പറിലാണ് ഈ വയർലെസ് ചാർജർ വരുന്നത്. OnePlus 9 Proയിൽ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. OnePlus 9, OnePlus 9 Pro എന്നീ ഫോണുകളുടെ സ്പെസിഫിക്കേഷൻ T-Mobile സപ്പോർട്ട് പേജിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. OnePlus 9 5G എന്ന ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 8GB RAM 128GB ഇൻ്റേണൽ വെർഷനും 12GB RAM 256GB ഇൻ്റേണൽ വെർഷനും വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ OS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48+50+2 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. പിന്നെ OnePlus 9 Pro 5G എന്ന ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 8GB RAM 128GB ഇൻ്റേണൽ വെർഷനും 12GB RAM 256GB ഇൻ്റേണൽ വെർഷനും വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള ഓക്സിജൻ OS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48+50+8+2 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരും. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. മാർച്ച് 23-നാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നത്. പോക്കോ X3 Proയുടെ ടീസർ ഫ്ലിപ്കാർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോൺ ഫ്ലിപ്കാർട്ടിൽ ലഭിക്കുമെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ Gorilla Glass 6ൻ്റെ പ്രൊട്ടക്ഷൻ വരും. സ്നാപ്ഡ്രാഗൺ 860 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 5260 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. മിസു എന്ന കമ്പനിയും ഹുവാവയുടെ HMS കോർ സർവീസ് ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട്. MI 11 Lite 4Gയുടെ സ്പെസിഫിക്കേഷൻ ലീക്കായിരിക്കുകയാണ്. ചില ഇമേജസും ലീക്കായിട്ടുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക.
ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഇതിൽ 64 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ 5 മെഗാ പിക്സലിൽ ഒരു ടെലി മാക്രോ ലെൻസും വരുന്നതായിരിക്കും. ഈ ഫോണിൽ 4250 mAh ബാറ്ററി ആയിരിക്കും വരിക. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരില്ല. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 150 ഗ്രാം മാത്രമായിരിക്കും. അതുപോലെ തന്നെ തിക്നെസ് വരിക വെറും 6mm ആയിരിക്കും. പിന്നെ MI 11 Lite 4G എന്ന ഫോണിൻ്റെ 6GB റാം 64GB ഇന്റേണൽ വെർഷനും 6GB റാം 128GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ബ്ലൂ, പിങ്ക്, ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് വരുന്നതായിരിക്കും. പിന്നെ MI 11 Lite 5G എന്ന ഫോണിൻ്റെ 6GB റാം 128GB ഇന്റേണൽ വെർഷനും അതുപോലെ 8GB റാം 128GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഗ്രീന്, യെല്ലോ, ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് വരും. പോക്കോ F3 എന്ന ഫോണിൻ്റെ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഈ ഫോൺ Redmi K40 എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. Redmi K40 എന്ന ഫോണിലേതുപോലുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യും. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. 4520 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ടെക്നോ Camon 17 എന്ന ഫോൺ ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഈ ഫോണിൽ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരും. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G70 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 6GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള iOS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഓപ്പോ A94 എന്ന ഫോൺ സിംഗപ്പൂരിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഓപ്പോ F19 Pro എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P95 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4310 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. iQOO Z3 എന്ന ഫോൺ ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 688 പോയിന്റും മൾട്ടി കോറിൽ 1988 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറോ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 768G എന്ന പ്രോസസ്സറോ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ 8GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോൺ മാർച്ച് 25-നാണ് ലോഞ്ച് ചെയ്യുന്നത്. Redmi Note 10 Pro എന്ന ഫോൺ ഡ്യൂറബിലിറ്റി ടെസ്റ്റിൽ ഫെയിൽ ആയിരിക്കുകയാണ്. ഗുപ്ത ഇൻഫർമേഷൻ സിസ്റ്റം എന്ന യൂട്യൂബ് ചാനലിലാണ് ഇതിൻ്റെ വീഡിയോ വന്നത്. ഇതിൽ ഫോൺ വെള്ളത്തിൽ വെച്ചപ്പോൾ വെള്ളം കയറി, പിന്നെ ബെൻഡ് ചെയ്തപ്പോൾ പൊട്ടി, അതുപോലെ തന്നെ ഡ്രോപ്പ് ടെസ്റ്റിലും ഫെയിൽ ആയിട്ടുണ്ട്. ബ്ലാക്ക് ഷാർക്ക് 4 സീരീസിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ C4 AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 720 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. വിവോ X60 സീരീസിലായിരിക്കും പിക്സൽ ഷിഫ്റ്റ് എന്ന ടെക്നോളജി ലോകത്തിൽ ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺസിൽ വരിക എന്നാണ് റിപ്പോർട്ട്. ചൈനീസ് വെർഷനിൽ ഈ ഒരു ഫീച്ചർ ഇല്ലായിരുന്നു. മോട്ടോറോളയുടെ മോട്ടോ G60 എന്ന പുതിയൊരു ഫോൺ വരുന്നു. ഈ ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി ആയിരിക്കും വരിക. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ പിന്നിൽ 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. ഇത് സാംസങ് HM2ൻ്റെ സെൻസർ ആയിരിക്കും. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ OmniVisionൻ്റെ OV16A1Q എന്ന സെൻസറും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ OmniVisionൻ്റെ OV02B1P എന്ന സെൻസറും വരുന്നതായിരിക്കും. ഈ ഫോണിൽ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സർ വരും. ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇന്റേണൽ വെർഷനും അതുപോലെ തന്നെ 6GB റാം 128GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോൺ മുമ്പ് BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. iQOO U3X 5G എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 480 എന്ന പ്രോസസ്സറാണ് വരുന്നത്.
ഫോണിൻ്റെ പിന്നിൽ 13+2 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെയും 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെയും വില വരുന്നത് 1199 യുവാനാണ്. അതായത് ഏകദേശം 13,350 രൂപ. പിന്നെ ഈ ഫോണിൻ്റെ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 1499 യുവാനാണ്. അതായത് ഏകദേശം 16,700 രൂപ. OnePlus Nord N10 എന്ന ഫോണിൻ്റെ സക്സസർ ആയിട്ടുള്ള ഫോണിൻ്റെ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് OnePlus Nord N20 എന്ന ഫോണായിരിക്കാനാണ് സാധ്യത. എബ എന്ന കോഡ് നെയിമിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ 6.49 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക.